യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ വലിയ നോമ്പിന്റെ 34-ാം ദിനം ക്രൂശിലെ സ്നാനം എന്ന വിഷയമാണല്ലോ നാം ചിന്തയ്ക്കായി എടുത്തിരിക്കുന്നത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ ആധാരമാണ് ഇത് ലഭിച്ചിരിക്കുന്നത്. ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുകയും ചെയ്യും നിശ്ചയം. യേശു കർത്താവ് ഇവിടെ പറയുന്ന സ്നാനം ക്രൂശിലെ സ്നാനത്തെ പറ്റിയാണ് പറയുന്നത്. യേശു ക്രിസ്തു ക്രൂശിന്മേലുള്ള യാഗമാകുന്ന സ്നാനം. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെയാണ് മാനവരാശിക്ക് രക്ഷ ഉളവാക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ രക്ഷ സൗജന്യമായി നൽകുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് എന്ന സ്നാനാനുഭവങ്ങളിലൂടെ ശിഷ്യന്മാർ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. സഭ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ലോകരക്ഷകനായ യേശു കർത്താവിൻ്റെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ഈ കർത്താവിനെ സാക്ഷീകരിക്കുന്നതിനുള്ള അവസരമാണ് മനുഷ്യരാശിയുടെ വഴിയും പ്രത്യാശയും രക്ഷകനുമായ ഒരേ ഒരുവനെയുള്ളൂ, യേശു കർത്താവ്. അവൻ എനിക്കും നിങ്ങൾക്കു വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. എന്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നതോ എന്റേതല്ല, അവർക്ക് ഒരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. പ്രിയമുള്ളവരെ, ആരാണ് വഴിയിൽ കടന്നു പോകുന്നത്? അവൻ അന്വേഷിക്കുമ്പോൾ ജനക്കൂട്ടം നൽകുന്ന ഉത്തരം ഒരു മങ്ങിയ കാഴ്ചയുള്ളവരുടെ ഉത്തരമാണ്. ജനക്കൂട്ടം ആ അന്ധനായ ബർത്തിമയൂസിനെ നൽകുന്നത്. നസ്രായൻ എന്നാണ് ജനക്കൂട്ടം അവനോട് പറഞ്ഞു വയ്ക്കുന്നത്. എന്നാൽ ഈ അന്ധത നിലനിൽക്കുന്ന മനുഷ്യൻ കണ്ടെത്തുകയാണ് അവൻ നസ്രായൻ മാത്രമല്ല, മറിച്ച് ദാവീദിന്റെ പുത്രനാണെന്നുകൂടി അവൻ അവൻ്റെ ഉൾക്കാഴ്ച കൊണ്ട് മനസ്സിലാക്കുകയാണ്. അവൻ്റെ പുറംകുപ്പായം ഉരിഞ്ഞു മാറ്റിക്കൊണ്ട് ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മുമ്പിലേക്ക് എടുത്തു ചാടുന്ന അവൻ്റെ വിശ്വാസത്തിൻ്റെ ജീവിത വഴിയിലേക്ക് കടന്നു വരുന്ന രംഗമാണ് മർക്കോസിന്റെ സുവിശേഷം അനുസരിച്ച് ഈ പുറംകുപ്പായം എന്ന് പറയുന്നത്. പഴയ ജീവിത ശൈലിയിൽ നിന്ന് ഈ ബർത്തിമയു സ്വയം മാറുന്ന അവസ്ഥയാണ് ഈ പുറംകുപ്പായം ഉരിഞ്ഞു മാറ്റുക എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ പുറംകുപ്പായങ്ങൾ അഴിച്ചു മാറ്റേണ്ട കാലഘട്ടമാണിത്. വിശ്വാസത്തിന്റെ വഴിയിലേക്ക് കടന്നു വരുവാനും ഈ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവർ ക്രിസ്തുവിനെ കുറിച്ച് നൽകുന്ന തെറ്റായ കാഴ്ചപ്പാടുകൾ മാറ്റി വെച്ചുകൊണ്ട് എൻ്റെ ഉൾക്കാഴ്ച കൊണ്ട് ക്രിസ്തുവിനെ കണ്ടെത്തി എൻ്റെ പഴയകാല കുപ്പായങ്ങൾ അഴിച്ചു മാറ്റിക്കൊണ്ട് എടുത്തു ചാടാനുള്ള ആഹ്വാനം ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് പുറംകുപ്പായങ്ങൾ നമുക്ക് അഴിച്ചു മാറ്റാം. കപടതയുടെ, അവിശ്വസ്തതയുടെ, സഹകരണമില്ലാത്തതിന്റെ, സസ്നേഹമില്ലാത്തതിന്റെ പുറംകുപ്പായങ്ങൾ അഴിച്ചു മാറ്റിക്കൊണ്ട് യേശുവിൻ്റെ മുമ്പിലേക്ക് സ്വയം കടന്നു വരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.